Sri Aurobindo. The first principle of true teaching is that nothing can be taught. Sri Aurobindo. Sri Aurobind Ghosh, 1870 to 1950, was one of the most creative and significant figures in the history of the Indian Renaissance and Indian nationalism. He was a scholar, poet, mystic, evolutionary philosopher, yogi, and guru. He was born on 50th August 1872 in a very anglicized Bengali family of Calcutta. His life was a saga of psychic experiences. He started his philosophical system with an experienced integratism. His writings represent the crystallization of the new and rising soul of India and have a spiritual message for humanity. The bedrock of political philosophy of Aurobindo was his concept of spiritual nationalism and the divinity of the motherland. Aurobindo provided an element of spiritualism to nationalism. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെയും ഇന്ത്യൻ ദേശീയതയുടെയും ചരിത്രത്തിലെ എല്ലാ സർഗാത്മകവും ശ്രദ്ധേയവുമായ വ്യക്തികളിൽ ഒരാളായിരുന്നു ശ്രീ അരവിന്ദ് ഘോഷ്. അദ്ദേഹം ഒരു പണ്ഡിതനും കവിയും യോഗിയും പരിണാമ തത്വചിന്തകനും ഗുരുവുമായിരുന്നു. 1872 ഓഗസ്റ്റ് 15 കൊൽക്കത്തയിലെ ഒരു ബംഗാളി കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതം മാനസികാനുഭവങ്ങളുടെ ഒരു ഇതിഹാസമായിരുന്നു. അനുഭവപരിചയമുള്ള സമഗ്രതയോടെ അദ്ദേഹം തൻ്റെ ദാർശനിക സംവിധാനം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്ത്യയുടെ പുതിയതും ഉയർത്തെഴുന്നേൽക്കുന്നതുമായ ആത്മാവിൻ്റെ സ്ഫടികവൽക്കരണത്തെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ മാനവികതയ്ക്കുള്ള ആത്മീയ സന്ദേശവും ഉണ്ട്. അരബിന്ദോയുടെ രാഷ്ട്രീയ തത്വചിന്തയുടെ അടിസ്ഥാനം അദ്ദേഹത്തിൻ്റെ ആത്മീയ ദേശീയതയെയും മാതൃരാജ്യത്തിൻ്റെ ദൈവീകതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു. അരബിന്ദോ ദേശീയതയ്ക്ക് ആത്മീയതയുടെ ഒരു ഘടകം നൽകി. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്: The Life Divine, The Synthesis of Yoga, Secrets of Vedas, Essays on the Gita, The Human Cycle, The Ideal of Human Unity. ഗീതയെ പറ്റിയുള്ള ലേഖനങ്ങൾ, എസ്സേസ് ഓൺ ദി ഗീത, മനുഷ്യജീവിത ചക്രം, ദ ഹ്യൂമൻ സൈക്കിൾ, ഭാരതത്തിലെ നവോത്ഥാനം, റിനൈസൻസ് ഓഫ് ഇന്ത്യ, ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറകൾ, ഫൗണ്ടേഷൻസ് ഓഫ് ഇന്ത്യൻ കൾച്ചർ, വിദ്യാഭ്യാസത്തെ പറ്റി, ഓൺ എഡ്യൂക്കേഷൻ, ഒരു വിദ്യാഭ്യാസ പദ്ധതി, എ സിസ്റ്റം ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ കൃതികൾ. Educational philosophy of Aurobindo. Sri Aurobindo was one of the great masters of spiritual synthesis who enriched Indian philosophy. He was an idealist to the core. His philosophy was based upon Vedantic philosophy of Upanishad. He conceived of education as an instrument for the real working of the spirit in the mind and of body of the individual and the nation. The guiding principle of the philosophy of education of Sri Aurobindo was the awakening of a man as a spiritual being. The following are the basic principles of his educational philosophy. ഇന്ത്യൻ തത്വചിന്തയെ സമ്പന്നമാക്കിയ ആത്മീയ സമന്വയത്തിലെ മഹാന്മാരിൽ ഒരാളാണ് ശ്രീ അരബിന്ദോ. അദ്ദേഹം ആദർശവാദിയായിരുന്നു. ഉപനിഷത്തുകളുടെ വേദാന്ത ദർശനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വചിന്ത. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും മനസ്സിലും ശരീരത്തിലും ആത്മാവിൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തിലുള്ള ആയാണ് അദ്ദേഹം വിദ്യാഭ്യാസത്തെ വിഭാവനം ചെയ്തത്. ശ്രീ അരബിന്ദോയുടെ വിദ്യാഭ്യാസ തത്വചിന്തയുടെ മാർഗനിർദ്ദേശ തത്വം മനുഷ്യനെ ഒരു ആത്മീയ ജീവിയായി ഉണർത്തുക എന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ തത്വചിന്തയുടെ അടിസ്ഥാന തത്വങ്ങൾ ഇവയാണ്. എഡ്യൂക്കേഷൻ ഷുഡ് ബി ചൈൽഡ് സെൻറ്റേർഡ്,
മീറ്റിംഗ് ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ലേണർ. വിദ്യാഭ്യാസം ശിശു കേന്ദ്രീകൃതവും കുട്ടിയുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും നിറവേറ്റുന്നതും ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇംപാർട്ടഡ് ത്രൂ ദ മീഡിയം ഓഫ് മദർ ടങ്. അത് മാതൃഭാഷയിലൂടെ നൽകണം. Number 3, it should be according to the mental abilities, aptitudes and psychological needs of the child. അത് കുട്ടിയുടെ മാനസിക കഴിവുകൾ, അഭിരുചികൾ, മാനസിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായിരിക്കണം. എഡ്യൂക്കേഷൻ ഷുഡ് ഡെവലപ്പ് ടു ദ ലേറ്റന്റ് പവേഴ്സ് ഓഫ് ദ ചൈൽഡ്. വിദ്യാഭ്യാസം കുട്ടിയുടെ മറഞ്ഞിരിക്കുന്ന ശക്തികളെ പൂർണ്ണമായി വികസിപ്പിക്കണം. ഇറ്റ് ഷുഡ് ഡെവലപ്പ് കോൺഷ്യസ്നസ്. അത് കുട്ടികളിൽ അവബോധം വളർത്തണം. ഇറ്റ് ഷുഡ് ട്രൈ ടു അച്ചീവ് ദ ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ചൈൽഡ് ആൻഡ് ഷുഡ് ട്രെയിൻ ഹിസ് സെൻസസ്. അത് കുട്ടിയുടെ ശാരീരിക ശുദ്ധീകരണം കൈവരിക്കാൻ ശ്രമിക്കണം. ആൻഡ് ഷുഡ് ട്രെയിൻ ദ സെൻസസ്. ബ്രഹ്മചര്യ ഷുഡ് ബി ദ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ബ്രഹ്മചര്യം വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറയാകണം. ഇറ്റ് ഷുഡ് ഡെവലപ്പ് ഓൾ ദ ഫാക്കൽറ്റീസ് ഓഫ് ചൈൽഡ് ടു മേക്ക് ഹിം എ കംപ്ലീറ്റ് മാൻ. കുട്ടിയെ സമ്പൂർണ്ണനാക്കുന്നതിന് അവൻ്റെ എല്ലാ കഴിവുകളും വികസിപ്പിക്കണം. എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് അവർ റിയൽ മോഡേൺ ലൈഫ്. വിദ്യാഭ്യാസം നമ്മുടെ യഥാർത്ഥ ആധുനിക ജീവിതത്തിൻ്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി in conformity with the mental and spiritual needs of child and demands of the nation. അത് മാനസികവും ആത്മീയവുമായ ആവശ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണം. Aurobindo's views on education. Aurobindo conceived of education as an instrument for the real working of the spirit in the mind and body of the individual and the nation. True education, in his opinion, is not only spiritual but also rational, vital, and physical. The following are the major features of his educational treatise. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അരബിന്ദോയുടെ വീക്ഷണങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും മനസ്സിലും ശരീരത്തിലും ആത്മാവിൻ്റെ യഥാർത്ഥ പ്രവർത്തനത്തിനുമുള്ള ഉപകരണമായിട്ടാണ് അരബിന്ദോ വിദ്യാഭ്യാസത്തെ വിഭാവനം ചെയ്തത്. യഥാർത്ഥ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആത്മീയം മാത്രമല്ല, യുക്തിസഹവും ജീവൽപരവും ശാരീരികവുമാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഗ്രന്ഥത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. Aims of education. According to Aurobindo, education should be a dynamic, upward-directed process, helping the child to become a real man. The major aims of education propounded by him are the following. Number 1, A. To help the individual to realize himself, a growing soul, and to realize his real being, self-realization. സ്വയം വളരുന്ന ആത്മാവായി സ്വയം തിരിച്ചറിയാനും അവൻ്റെ യഥാർത്ഥ അസ്തിത്വം, ആത്മസാക്ഷാത്കാരം തിരിച്ചറിയാനും വ്യക്തിയെ സഹായിക്കുന്നു. Number 2, to help the growing soul to draw out the best in itself and make it perfect for a noble cause, spiritual development. വളർന്നു വരുന്ന ആത്മാവിനെ തന്നിലെ ഏറ്റവും മികച്ചത് പുറത്തെടുക്കാൻ സഹായിക്കുകയും അത് ഒരു ശ്രേഷ്ഠമായ ലക്ഷ്യത്തിന് ആത്മീയ വികസനം അനുയോജ്യമാക്കുകയും ചെയ്യുന്നു. To help the individual in the harmonious development of different levels of his conscience, chittas, manas, intelligence and intuition. വ്യത്യസ്തങ്ങളുടെ യോജിപ്പിലുള്ള വികസനത്തിൽ വ്യക്തിയെ സഹായിക്കുന്നതിന് അവൻ്റെ മനസാക്ഷിയുടെ തലങ്ങൾ, ചിത്ത, മനസ്സ്, ബുദ്ധി, അവബോധം, ഇത് എല്ലാം വ്യത്യസ്തതകളുടെ യോജിപ്പിനുള്ള ഒരു വികസനത്തിന് വ്യക്തിയെ സഹായിക്കുന്നു. To help the individual in the harmonious development of different levels. To help the child to develop his moral senses to the maximum. കുട്ടിയുടെ ധാർമ്മിക ഇന്ദ്രിയങ്ങൾ പരമാവധി വികസിപ്പിക്കാൻ സഹായിക്കുന്നു.
to build the powers of human mind and the spirit to his perfection. മനുഷ്യ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തികളെ അവയുടെ പൂർണ്ണതയിലേക്ക് കെട്ടിപ്പടുക്കുക. To train the senses so as to achieve the full development and purity. ഇന്ദ്രിയങ്ങളെ അവയുടെ പൂർണ്ണമായ വികാസവും പരിശുദ്ധിയും കൈവരിക്കുന്നതിന് പരിശീലിപ്പിക്കുക. According to Aurobindo, the curriculum should include all those subjects which promote mental and spiritual development of the learner. Subjects and activities of child's interest should be included in the curriculum. It should be flexible, interest-based, and environmental-based. It should be planned according to individual difference and should give importance on example rather than on instruction. അരബിന്ദോയുടെ അഭിപ്രായത്തിൽ പഠിതാവിൻ്റെ മാനസികവും ആത്മീയവുമായ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. കുട്ടിക്ക് താല്പര്യമുള്ള വിഷയങ്ങളും പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം. ഇത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, കുട്ടികളുടെ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതും പരിസ്ഥിതി അടിസ്ഥാനമാക്കിയുള്ളതുമായിരിക്കണം. ഇത് വ്യക്തിഗത വ്യത്യാസമനുസരിച്ച് ആസൂത്രണം ചെയ്യുകയും നിർദ്ദേശങ്ങളേക്കാൾ ഉദാഹരണത്തിന് പ്രാധാന്യം നൽകണം. അരബിന്ദോ പ്രിസ്ക്രൈബ്ഡ് ഫോളോയിങ് കരിക്കുലം ഫോർ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾക്കായി അരബിന്ദോ ഇനി പറയുന്ന പാഠ്യപദ്ധതി നിർദ്ദേശിച്ചിരിക്കുന്നു. പ്രൈമറി സ്റ്റേജ് മദർ ടങ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ലിറ്ററേച്ചർ, നാഷണൽ ഹിസ്റ്ററി, ആർട്ട്, പെയിൻറ്റിംഗ്, ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, അരിത്തമെറ്റിക്. പ്രാഥമിക ഘട്ടത്തിൽ മാതൃഭാഷ, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സാഹിത്യം, ദേശീയ ചരിത്രം, കല, പെയിൻറ്റിംഗ്, ജനറൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, കണക്ക് എന്നിവ ഉൾപ്പെടുത്തണം. സെക്കൻഡറി സ്റ്റേജ് മദർ ടങ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, അരിത്തമെറ്റിക്, ആർട്ട്, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, ഫിസിയോളജി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റഡീസ്. യൂണിവേഴ്സിറ്റി സ്റ്റേജ് ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ ഫിലോസഫി, ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഫ്രഞ്ച് ലിറ്ററേച്ചർ, സോഷ്യോളജി, സൈക്കോളജി, ഹിസ്റ്ററി ഓഫ് സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. യൂണിവേഴ്സിറ്റി തലത്തിൽ പാശ്ചാത്യ തത്വചിന്ത, നാഗരികതയുടെ ചരിത്രം, ഫ്രഞ്ച് സാഹിത്യം തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തണം. നെക്സ്റ്റ്, ഒക്കേഷണൽ എഡ്യൂക്കേഷൻ. ആർട്സ്, പെയിൻറ്റിംഗ്, ഫോട്ടോഗ്രാഫി, സ്വീവിംഗ്, സ്കൾപ്ചർ, ഡ്രോയിങ്, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കോട്ടേജ് ഇൻഡസ്ട്രീസ്, കാർപ്പൻട്രി, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഇന്ത്യൻ ആൻഡ് യൂറോപ്യൻ മ്യൂസിക്, ഡ്രമാറ്റൈസേഷൻ ആൻഡ് ഡാൻസിംഗ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ കല, പെയിൻറ്റിംഗ്, ഫോട്ടോഗ്രാഫി, തയ്യൽ, ശില്പകല, ഡ്രോയിങ്, ടൈപ്പ് റൈറ്റിംഗ്, ഷോർട്ട് ഹാൻഡ്, കുടിൽ വ്യവസായം, മരപ്പണി, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, നാടകവൽക്കരണം, നൃത്തം, സംഗീതം എന്നിവയെല്ലാം ഉൾപ്പെടുത്തണം. Methods of teaching. There is a sound psychological basis for the instructional methods suggested by Aurobindo. He laid stress on education according to 3 A's: age, ability and aptitude. 3 A's: age, ability and aptitude. Accepting that every child has multiple tendencies and abilities requiring teaching of various subjects. Aurobindo favors successive teaching as against simultaneous introduction so many subjects in early education. The following are the important features of the methods of teaching prescribed by Aurobindo. Aurobindo നിർദ്ദേശിച്ച പ്രബോധന രീതികൾക്ക് നല്ല മാനസിക അടിത്തറയുണ്ട്. 3 A's എന്ന് പറയുന്നത് പ്രായം, കഴിവ്, അഭിരുചിക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഊന്നൽ നൽകി. ഓരോ കുട്ടിക്കും വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ട ഒന്നിലധികം പ്രവണതകളും കഴിവുകളും ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് പ്രാരംഭ വിദ്യാഭ്യാസത്തിൽ ഒരേ സമയം നിരവധി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് എതിരെ തുടർച്ചയായി പഠിപ്പിക്കുന്നതിനെ അരബിന്ദോ അനുകൂലിച്ചു. അരബിന്ദോ നിർദ്ദേശിച്ച അധ്യാപന രീതിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഇമ്പാർട്ട് എഡ്യൂക്കേഷൻ ത്രൂ ദി മദർ ടങ് ഓഫ് ദി ലേണർ. പഠിതാവിൻ്റെ മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസം നൽകുക.
Skill and knowledge should be imparted through the cooperative activities of the teacher and learners in the educational process. വിദ്യാഭ്യാസ പ്രക്രിയയിൽ അധ്യാപകൻ്റെയും പഠിതാക്കളുടെയും സഹകരണ പ്രവർത്തനത്തിലൂടെ നൈപുണ്യവും അറിവും നൽകണം. According to Aurobindo, learning by doing is the best method of learning. As such, he suggested education through practical experience. He emphasized Montessori method for infant classes. He attached great importance of self-experience in learning. Children should be made free to learn by his own efforts and experiences. പഠനത്തിന് സ്വയം അനുഭവത്തിന് അദ്ദേഹം വലിയ പ്രാധാന്യം നൽകി. സ്വന്തം പ്രയത്നത്തിലൂടെയും അനുഭവത്തിലൂടെയും പഠിക്കാൻ കുട്ടികളെ സ്വതന്ത്രരാക്കണം. Role of the teacher. Aurobindo assigned a very important place to the teacher in the education system. He assumed the role of the teacher as friend, philosopher, and guide. The teacher should be an embodiment of self-control, humility, and spiritual equality between man and man. The following are the views of Aurobindo about the role and quality of teachers. വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകന് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് അരബിന്ദോ നൽകിയത്. സുഹൃത്ത്, തത്വചിന്തകൻ, വഴികാട്ടി എന്നീ നിലകളിൽ അധ്യാപകൻ്റെ വേഷം അദ്ദേഹം ഏറ്റെടുത്തു. മനുഷ്യനും തമ്മിലുള്ള ആത്മനിയന്ത്രണത്തിൻ്റെയും വിനയത്തിൻ്റെയും ആത്മീയ സമത്വത്തിൻ്റെയും മൂർത്തിഭാവമായിരിക്കണം അധ്യാപകൻ. അധ്യാപകരുടെ പങ്കിനെയും ഗുണനിലവാരത്തെയും കുറിച്ച് അരബിന്ദോയുടെ വീക്ഷണങ്ങൾ താഴെ പറയുന്നു. According to Aurobindo, the teacher should be a representative of the supreme knowledge, the supreme truth, and the supreme law. Shortly, teacher should be a delegate of the divine on earth. അരബിന്ദോയുടെ അഭിപ്രായത്തിൽ അധ്യാപകൻ എന്ന് പറയുന്നത് പരമമായ അറിവും പരമമായ സത്യവും പരമമായ നിയമം ഇതിൻ്റെ എല്ലാം പ്രതിനിധിയായിരിക്കണം. ചുരുക്കത്തിൽ അധ്യാപകൻ ഭൂമിയിലെ ദൈവീക പ്രതിനിധിയായിരിക്കണം. The teacher should act as an aid, a means and a channel. അധ്യാപകൻ ഒരു സഹായമായും ഉപാധിയായും ചാനലായും പ്രവർത്തിക്കണം. To be a good teacher, one must be a saint, a hero and a great yogi. ഒരു നല്ല അധ്യാപകനാകാൻ ഒരാൾ വിശുദ്ധനും വീരനും മഹാനുമായിരിക്കണം. A teacher is not an instructor or task master. He is a helper and a guide. ഒരു അധ്യാപകൻ ഒരു ഇൻസ്ട്രക്ടറോ മാസ്റ്ററോ അല്ല, അവൻ ഒരു വഴികാട്ടിയാണ്. According to Aurobindo, the task of the teacher is to suggest and not to impose. അരബിന്ദോയുടെ അഭിപ്രായത്തിൽ ഉപദേശിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതാണ് അധ്യാപകൻ്റെ ചുമതല. Discipline. Aurobindo defined discipline as an act according to the highest principle discovered by the intelligent will. Discipline is a controlled life according to standard of truth. It is obedient to the inner sense. The following are the main features of discipline advocated by Aurobindo in education system. Discipline is ultimately spiritual. അച്ചടക്കം ആത്യന്തികമായി ആത്മീയമാണ്. Freedom is the real discipline. സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ അച്ചടക്കം. Education necessitates 3 types of discipline: individual discipline, group discipline, and discipline towards the divine. വിദ്യാഭ്യാസത്തിന് 3 തരത്തിലുള്ള അച്ചടക്കം ആവശ്യമാണ്: വ്യക്തിഗത അച്ചടക്കം, ഗ്രൂപ്പ് അച്ചടക്കം, ദൈവത്തോടുള്ള അച്ചടക്കം. ഗ്രൂപ്പ് ഡിസിപ്ലിൻ ഷുഡ് സ്റ്റാർട്ട് അറ്റ് ദി ഏജ് ഓഫ് 12. ഗ്രൂപ്പ് അച്ചടക്കം 12-ാം വയസ്സിൽ തുടങ്ങണം. The example of the teacher is the most important measure to attain discipline. So, the teacher should be punctual, methodical, and courteous. He should himself present high examples of sincerity, honesty, straightforwardness, unselfishness, patience, endurance, perseverance, peace, and self-control. അധ്യാപകൻ കൃത്യസമയത്ത് കൃത്യനിഷ്ഠയും ചിട്ടയും പാലിക്കുന്ന ആൾ ആയിരിക്കണം. മര്യാദയുള്ള, ആത്മാർത്ഥതയുള്ള, സത്യസന്ധത, ക്ഷമ, സഹിഷ്ണുത, സമാധാനം, ആത്മനിയന്ത്രണം എന്നിവയുടെ ഉയർന്ന ഉദാഹരണങ്ങൾ ആയിരിക്കണം അധ്യാപകൻ. അച്ചടക്കം കൃത്യമായി
കൃത്യനിഷ്ഠയും എല്ലാം പാലിക്കുന്ന ആളായിരിക്കണം. അധ്യാപകൻ നല്ല ഒരു മാതൃക ആയിരിക്കണം. Aurobindo's contribution to education. Sri Aurobindo has been widely acclaimed as a modern seer and a Vedic scholar. He had headed the first National College of Education of Calcutta and had written extensively on the subject of education. His unique contribution to human potential and growth developed through his integration of Western and Eastern cultures. He brought the energy and vision of the West with its focus on the perfection of the physical, material, and mental areas of human life together with the spiritual development and philosophical directions developed over thousands of years in the East. ആധുനിക ദർശകൻ, വേദപണ്ഡിതൻ എന്നീ നിലകളിൽ ശ്രീ അരബിന്ദോ പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കൽക്കട്ടയിലെ ആദ്യത്തെ നാഷണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ തലവനായ അദ്ദേഹം വിദ്യാഭ്യാസ വിഷയത്തിൽ വിപുലമായി എഴുതിയിട്ടുണ്ട്. പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ സമന്വയത്തിലൂടെ മനുഷ്യശേഷിക്കും വളർച്ചയ്ക്കും അദ്ദേഹത്തിൻ്റെ അതുല്യമായ സംഭാവന വികസിച്ചത്. ആത്മീയ വികാസവും ദാർശനികവുമായ മനുഷ്യജീവിതത്തിൻ്റെ ശാരീരികവും ഭൗതികവുമായ മാനസികവുമായ മേഖലകളുടെ പൂർണ്ണതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം പാശ്ചാത്യരുടെ ഊർജവും കാഴ്ചപ്പാടും കൊണ്ടുവന്നിട്ടുണ്ട്. Aurobindo advanced the concept of integral education and made it dynamic ideal for Indian society. Integral education is the philosophy and practice of education for the whole child, body, emotions, mind, soul and spirit. His idea of integral education has been put to practice at several schools of the country today. ഇൻ്റഗ്രൽ എഡ്യൂക്കേഷൻ എന്ന ആശയം അരബിന്ദോ മുമ്പോട്ട് വയ്ക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്തു. ഇന്ത്യൻ സമൂഹത്തിന് ചലനാത്മകമായ ഒരു ആദർശം ആണ് ഇത്. വിദ്യാഭ്യാസം ഉന്നതമാക്കേണ്ടത് സർവ്വതോന്മുഖവും ഒത്തിണക്കമുള്ളതും സമതുലിതവും സമഗ്രവുമായ വ്യക്തിത്വ വികസനമാണ്. വികസനം ഭാഗികമോ ഒറ്റപ്പെട്ടതോ ആകാൻ പാടില്ല. ശിശുവിൻ്റെ കായികവും സാമൂഹികവും ആത്മീയവുമായ ജീവിതവും ശേഷികളും കണ്ടെത്തി അവയെ സമഗ്രമായി ഒത്തിണക്കത്തോടെ വികസിപ്പിക്കണം. ചുരുക്കത്തിൽ വിദ്യാഭ്യാസ പ്രക്രിയ എന്നത് മനുഷ്യനെ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ്. സമഗ്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ ആശയം ഇന്ന് രാജ്യത്തെ നിരവധി സ്കൂളുകളിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. According to Aurobindo, the first principle of teaching is that nothing can be taught. This idea condenses a whole lot of theories of education and a new form of pedagogy closer to integral approach to education. It puts learning above teaching. It makes learning a self-starting, self-propelling process. It redefines the role of the teacher from a mere possessor of information to a facilitator and a guide for the learner. അരബിന്ദോയുടെ അഭിപ്രായത്തിൽ പഠിപ്പിക്കലിൻ്റെ ആദ്യ തത്വം ഒന്നും പഠിപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. ഈ ആശയം വിദ്യാഭ്യാസത്തിൻ്റെ നിരവധി സിദ്ധാന്തങ്ങളെയും വിദ്യാഭ്യാസത്തോടുള്ള സമഗ്രമായ സമീപനത്തോട് അടുത്തു നിൽക്കുന്ന പുതിയ രൂപത്തിലുള്ള അധ്യാപനത്തെയും സംഗ്രഹിക്കുന്നു. ഇത് അധ്യാപനത്തേക്കാൾ പഠനത്തെ ഉയർത്തുന്നു. ഇത് പഠനത്തെ സ്വയം ആരംഭിക്കുകയും സ്വയം മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു പ്രക്രിയയാക്കുന്നു. കേവലം വിവരങ്ങളുടെ ഉടമയിൽ നിന്ന് ഒരു സഹായകനും പഠിതാവിന് വഴികാട്ടിയുമായി അധ്യാപകൻ്റെ പങ്ക് ഇത് പുനർനിർവചിക്കുന്നു. Aurobindo was an ardent advocate of national education and suggested practical measures to synthesize the national outlook of education with the modern development. ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ തീവ്ര വക്താവായിരുന്ന അരബിന്ദോ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ വീക്ഷണം ആധുനിക വികസനത്തോടൊപ്പം സമന്വയിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക നടപടികളും ചെയ്തു. Aurobindo gave a new dimension to spiritual education. According to him, matter itself is a form of spirit in which consciousness remains asleep and involved. A true spiritual education would teach the students to recognize this relationship between spirit and matter and help them to view both spirit and matter in a new light. അരബിന്ദോ ആത്മീയ വിദ്യാഭ്യാസത്തിന് ഒരു പുതിയ മാനം നൽകി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ
ദ്രവ്യം മാറ്റർ തന്നെ ആത്മാവിൻ്റെ ഒരു രൂപമാണ്. അതിൽ ബോധം ഉറങ്ങുകയും ഉൾപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥ ആത്മീയ വിദ്യാഭ്യാസം ആത്മാവും ദ്രവ്യവും മാറ്ററും തമ്മിലുള്ള ഈ ബന്ധം തിരിച്ചറിയാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ആത്മാവിനെയും ദ്രവ്യത്തെയും ഒരു പുതിയ വെളിച്ചത്തിൽ കാണാൻ അവരെ സഹായിക്കുകയും ചെയ്യും. He emphasized the unity of all knowledge and tried to bring humanities and science closer together into a real sense of unity for the benefit of both. എല്ലാ അറിവുകളുടെയും ഐക്യത്തിന് അദ്ദേഹം ഊന്നൽ നൽകുകയും മാനവികതയെയും ശാസ്ത്രത്തെയും ഒരു യഥാർത്ഥ ഐക്യബോധത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. His educational ideals instigate the young mind of India to spend the inner resources to develop the sense of oneness of mankind and to prepare for the role that India has to play in the formation of the new international harmony. മനുഷ്യരാശിയുടെ ഏകത്വബോധം വികസിപ്പിക്കാനുള്ള അവരുടെ ആന്തരിക വിഭവങ്ങൾ ചെലവഴിക്കാൻ ഇന്ത്യൻ യുവമനസ്സുകളെ പ്രേരിപ്പിച്ചു. പുതിയ അന്താരാഷ്ട്ര ഐക്യം രൂപീകരണത്തിൽ ഇന്ത്യ വഹിക്കേണ്ട പങ്കിന് തയ്യാറെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. Sri Aurobindo has translated and commented upon many of the major spiritual texts in India. His insightful commentaries unlock the inner meaning of the text in a flowing, clear language that brings these scriptures to life. തത്വചിന്ത, നൈതികത, മാനവികത എന്നിവയിലെ നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് അരബിന്ദോയുടെ ഗ്രന്ഥങ്ങൾ. ശ്രീ അരബിന്ദോ തന്നെ നമ്മുടെ കാലത്തെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനികളിൽ ഒരാളാണ്, കൂടാതെ ഏറ്റവും മികച്ച ധാർമ്മിക നേതാവ്. One of Sri Aurobindo's main philosophical achievement was to introduce the concept of evolution of spirit into Vedantic thought. ശ്രീ അരബിന്ദോയുടെ പ്രധാന ദാർശനിക നേട്ടങ്ങളിൽ ഒന്നായിരുന്നു വേദാന്ത ചിന്തയിലേക്ക് ആത്മാവിൻ്റെ പരിണാമം എന്ന ആശയം അവതരിപ്പിച്ചത്. അരബിന്ദോ പ്രൊവൈഡഡ് ആൻ എലമെന്റ് ഓഫ് സ്പിരിച്വലിസം ടു നാഷണലിസം. ദേശീയതയ്ക്ക് ആത്മീയതയുടെ ഒരു ഘടകം അരബിന്ദോ നൽകി.